സോറി കുറച്ച് ലേറ്റ് ആയി പോയി. ഇത് കൂടി ഭയങ്കര ഷോപ്പിംഗ് ആണല്ലോ. നിന്റെ ആ പഴയ ഫിഷിക്കൊക്കെ അങ്ങ് മാറിയോ? പിടിച്ചോ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഓക്കെ? ഇത്രയും വില കുറവോ? ഓട്സിന് ഇത്രേ ഉള്ളൂ, ഇതിനൊക്കെ ഇത്രേ ഉള്ളൂ, ഷാംപൂന് ഇത്രേ ഉള്ളൂ, കോഫി ചായ. അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. കാർഷിക സംസ്കാരത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന ചിങ്ങം 1-ന്റെ നിറവിലും പൊന്നോണത്തിന്റെ വരവറിയിച്ചും പാർലിക്കാട് പാടശേഖരത്തിൽ പച്ചക്കറി വിളവെടുപ്പ് ഉത്സവമാക്കി. 40 വർഷത്തിലേറെയായി മണ്ണിൽ പൊന്നു വിളയിക്കുന്ന പാർലിക്കാട് ചേനോത്ത് വീട്ടിൽ ജോസാണ് ഇത്തവണയും വിഷരഹിത പച്ചക്കറികളുമായി ഓണവിപണി കീഴടക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. കർഷക ദിനത്തോടനുബന്ധിച്ച് നടന്ന പച്ചക്കറികളുടെ സമൃദ്ധമായ വിളവെടുപ്പ് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ആഘോഷമാക്കി മാറ്റി. മൂന്ന് ഏക്കറോളം വരുന്ന സ്ഥലത്ത് പൂർണ്ണമായും ജൈവ രീതിയിലാണ് ജോസിന്റെ കൃഷിരീതി. പടവലം, പാവൽ, വെള്ളരി, ചുരയ്ക്ക, മത്തൻ, കുമ്പളം, കൊള്ളി, വിവിധയിനം വാഴകൾ തുടങ്ങി ഓണസദ്യയ്ക്ക് ആവശ്യമായ സകല വിഭവങ്ങളും ഈ കൃഷിയിടത്തിൽ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നു. നാടിന് വിഷരഹിത പച്ചക്കറികൾ എത്തിച്ചു നൽകുന്ന ഈ കർഷക ശ്രേഷ്ഠനോടുള്ള ആദരവായി വർഷങ്ങളായി നാട്ടുകാർ പ്രതിഫലമൊന്നും വാങ്ങാതെയാണ് കൃഷിക്കായി സ്ഥലം പാട്ടത്തിന് നൽകുന്നത്. കാട്ടുപന്നികളുടെ ശല്യവും പ്രതികൂല കാലാവസ്ഥയും തീർത്ത വെല്ലുവിളികളെ അതിജീവിച്ച് സമ്മിശ്ര കൃഷിയിലൂടെ മികച്ച നേട്ടം കൈവരിക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ മുതിർന്ന കർഷകൻ. അതോടനുബന്ധിച്ച് വിളവെടുപ്പ് നടത്തിയതാണ്. ഇപ്പോൾ എല്ലാ കൂട്ടം പച്ചക്കറികളും ഉണ്ട് ഇവിടെ. എന്തൊരു സ്ഥലത്താണ് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത്? ഇതിപ്പോൾ 2-3 ഏക്കറിൻ്റെ അടുത്ത് മൊത്തം ഉണ്ട്. വാഴ, കൊള്ളി, മറ്റേ റോബസ്റ്റ എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാ കൃഷിയുണ്ട്. ഈ കാട്ടുപന്നി അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എല്ലാം ഉണ്ട്. കാട്ടുപന്നിൻ്റെ ശല്യമുണ്ട്. അതിന് ഷീറ്റ് മറിച്ച് വെയിൽ കെട്ടിയേക്കാണ്. 50,000 ചിലവുണ്ട് എനിക്ക്. മറ്റേ മൊത്തം ഷീറ്റ് വെച്ചിട്ട് വെയിൽ കെട്ടിയേക്കാണ്. 50,000 ചിലവുണ്ട്. പന്നി കിടക്കാണ്ടിരിക്കാൻ ചെരിച്ച് വെച്ച് വെയിൽ പോലെ കെട്ടിയേക്കും. കുഴപ്പം നമ്മുടെ ഇതൊക്കെ ഒരു കുഴപ്പമില്ല. ലാഭത്തിനൊന്നും കുഴപ്പമില്ല. ജീവിക്കാനുള്ള പൈസ കിട്ടും. അതെ കിട്ടും. നമ്മൾ വടക്കാഞ്ചേരി നഗരസഭയുടെയും കൃഷിഭവന്റെയും പൂർണ്ണ പിന്തുണയോടെയാണ് പ്രവർത്തനം. വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ ഒരു പ്രധാനപ്പെട്ട പച്ചക്കറി കർഷകനാണ്. പച്ചക്കറി എന്ന് പറഞ്ഞാൽ ജൈവ പച്ചക്കറി കർഷകനാണ് ശ്രീ ജോസ്. പാർലിക്കാട് പാടശേഖരത്തിൽ പാട്ടത്തിനെടുത്തുകൊണ്ടാണ് ഇവിടെ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് വെണ്ടയായാലും പയറായാലും ചരവക്കായാലും കുക്കമ്പർ, മത്തങ്ങ, പടവലങ്ങ, കുമ്പളങ്ങ അങ്ങനെ തുടങ്ങി വിവിധ ഇനത്തിൽപ്പെട്ട പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ്. ജോസ് ഒരു നല്ല അധ്വാനി കൂടിയാണ്. കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഈ പാടശേഖരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അധ്വാനം. അപ്പോൾ പ്രത്യേകമായി ജോസിനെ ഈ കാർഷിക മേഖലയ്ക്ക് പ്രത്യേകിച്ച് ജൈവ പച്ചക്കറി രംഗത്ത് വളരെ മികച്ച പ്രവർത്തനമാണ് ജോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജോസിൻ്റെ പാടശേഖരത്തിലാണ് ഇന്ന് ഇവിടെ വിളവെടുപ്പ് ഓണത്തോടനുബന്ധിച്ചുള്ള പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ് ഇന്നിവിടെ നടത്തുന്നത്. ജോസിന് എല്ലാവിധ അഭിവൃദ്ധികളും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തുടർന്നും ജോസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും വടക്കാഞ്ചേരി നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ കർഷക ദിനം ആചരിക്കുന്നെന്ന് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് അരവിന്ദാക്ഷം വിളിച്ച് അടിയന്തരമായി വരണം എന്ന് പറഞ്ഞ് വിളവെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ എല്ലാ കൗൺസിലർമാരും ഉണ്ട്. ഈ എല്ലാ കൗൺസിലർമാരും വന്നത് ജോസിനോടുള്ള പ്രത്യേക താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ജോസ് ഇനിയും കൂടുതൽ കൃഷിരംഗത്ത് ഉയരത്തിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും പിന്തുണയും
വടക്കാഞ്ചേരി നഗരസഭയിൽ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുകയാണ്. ഹൈസ്കൂൾ കാലഘട്ടം മുതൽ മണ്ണിലിറങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയ ജോസിന്റെ കൃഷിയിടത്തിൽ നിന്നാണ് ഇത്തവണ ഓണക്കാലത്ത് വടക്കാഞ്ചേരിയിലേക്ക് ആവശ്യമായ പച്ചക്കറികളേറെയും എത്തുന്നത്. വിളവെടുപ്പ് ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീല മോഹൻ, KP മദനൻ, ധന്യ നിതിൻ, കൗൺസിലർമാരായ VB പീതാംബരൻ, സുനിത മണികണ്ഠൻ, മുൻ കൗൺസിലർ PR അരവിന്ദാക്ഷൻ എന്നിവരും വടക്കാഞ്ചേരിയിലെ നിരവധി നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു.